മറ്റൊരു പ്രധാനപ്പെട്ട വാർത്തയിലേക്കാണ്. ഇടുക്കി ദേവികുളം മുൻ എംഎൽഎ എസ് രാജേന്ദ്രൻ ഇന്ന് ബിജെപിയിൽ ചേരും. 11 മണിക്ക് തിരുവനന്തപുരത്ത് മൊറാർജി ഭവനിൽ ബിജെപി സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ അംഗത്വം നൽകും. വിവരങ്ങളുമായി ആന്റണി ജിസ് ജോർജ് ചേരുന്നു. ആന്റണി, ഇന്ന് എസ് രാജേന്ദ്രൻ ബിജെപിയിൽ ചേരുകയാണ്. കൂടുതൽ വിവരങ്ങൾ എന്തൊക്കെയാണ്? എസ് രാജേന്ദ്രൻ ഇപ്പോൾ ബിജെപിയിലേക്ക് ചേരുന്നു എന്നുള്ളത് ഉറപ്പിച്ചിരിക്കുന്നു. ഇന്ന് 11 മണിക്ക് മൊറാർജി ഭവനിൽ നടക്കുന്ന പരിപാടിയിൽ ബിജെപിയുടെ സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖറിൽ നിന്ന് എസ് രാജേന്ദ്രൻ ഔദ്യോഗികമായി ബിജെപിയുടെ അംഗത്വം സ്വീകരിക്കും എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഏതായാലും 2006 മുതൽ 2021 വരെ തുടർച്ചയായി 2003 തവണ MLA ആയിരുന്നു എസ് രാജേന്ദ്രൻ എന്ന് പറയുന്നത്. ഇടുക്കി ദേവികുളം മണ്ഡലത്തിൽ നിന്ന് തുടർച്ചയായി 3 തവണ LDF-ന്റെ MLA ആയി നിയമസഭയിലെത്തിയ ആളാണ് എസ് രാജേന്ദ്രൻ എന്ന് പറയുന്നത്. ഏതായാലും എസ് രാജേന്ദ്രൻ കഴിഞ്ഞ ദിവസങ്ങൾക്ക് മുൻപ് കേരള വിഷൻ ന്യൂസിനോട് തന്നെ വ്യക്തമാക്കിയിരുന്നു, BJP സംസ്ഥാന അധ്യക്ഷനുമായി ചർച്ച നടത്തിയിരുന്നു. പ്രഖ്യാപനമടക്കമുള്ള കാര്യങ്ങൾ BJP-യാണ് നടത്തുക എന്നുള്ള കാര്യവുമൊക്കെ രാജേന്ദ്രൻ വ്യക്തമാക്കിയിരുന്നു. BJP-യിലേക്ക് പോകുന്നു എന്നുള്ള കാര്യവും രാജേന്ദ്രൻ അന്ന് തന്നെ കേരള വിഷൻ ന്യൂസിനോട് പറഞ്ഞതാണ്. ഏതായാലും ഇപ്പോൾ രാജേന്ദ്രൻ ഇന്ന് ഔദ്യോഗികമായി BJP അംഗത്വം സ്വീകരിക്കുകയാണ്. 11 മണിക്ക് മൊറാർജി ഭവനിൽ നടക്കുന്ന പരിപാടിയിലാണ് രാജേന്ദ്രൻ BJP അംഗത്വം സ്വീകരിക്കുക. ഏതായാലും നമുക്ക് അറിയാവുന്നതുപോലെ കഴിഞ്ഞ കുറെ കാലങ്ങളായി CPIM-മായി ഇടഞ്ഞ് നിൽക്കുകയായിരുന്നു രാജേന്ദ്രൻ. പ്രത്യേകിച്ച് 2021 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഇപ്പോൾ ദേവികുളം മണ്ഡലത്തിന്റെ MLA ആയിട്ടുള്ള രാജയെ തോൽപ്പിക്കാൻ ഈ രാജേന്ദ്രൻ ശ്രമിച്ചു എന്ന പാർട്ടി ഒരു പരാതി ഉയരുകയും ഇതിന്റെ അടിസ്ഥാനത്തിൽ പാർട്ടി നടത്തിയ അന്വേഷണത്തിൽ അത് ശരിയാണെന്ന് തെളിയുകയും ചെയ്തിരുന്നു. അതിന്റെ അടിസ്ഥാനത്തിൽ ഇയാൾക്കെതിരെ ശക്തമായ നടപടിയും സ്വീകരിച്ചിരുന്നു. രാജേന്ദ്രനെ പാർട്ടിയിൽ നിന്ന് സസ്പെൻഡ് ചെയ്തിരുന്നു. പിന്നീട് ആ സസ്പെൻഷൻ കാലാവധി കഴിഞ്ഞ ശേഷവും രാജേന്ദ്രൻ പാർട്ടിയിലേക്ക് തിരിച്ചെത്താൻ തയ്യാറായിരുന്നില്ല. പലതവണ നേതാക്കൾ രാജേന്ദ്രനെ നേരിട്ട് കണ്ട് അനുനയിപ്പിക്കാനുള്ള ശ്രമങ്ങളൊക്കെ നടത്തിയിരുന്നെങ്കിലും രാജേന്ദ്രൻ അതിന് വഴങ്ങിയിരുന്നില്ല. ഈ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ കാലത്താണെങ്കിലും തദ്ദേശ തെരഞ്ഞെടുപ്പിന്റെ കാലത്തൊക്കെയാണെങ്കിലും പാർട്ടിയോട് അടുക്കുന്ന സമീപനം ഉണ്ടായിരുന്നില്ല. അതേസമയം BJP-യോട് അനിഷ്ടമില്ല എന്നുള്ള കാര്യമൊക്കെ രാജേന്ദ്രൻ വ്യക്തമാക്കുകയും ചെയ്തിരുന്നു. ഏതായാലും ഇപ്പോൾ രാജേന്ദ്രൻ BJP-യിലേക്ക് ചേരുകയാണ്. 11 മണിക്കാണ് മൊറാർജി ഭവനിൽ വാർത്താ സമ്മേളനം നടക്കുക. ആ വാർത്താ സമ്മേളനത്തിനിടയിൽ ഇപ്പോൾ ഈ രാജേന്ദ്രന് BJP-യുടെ സംസ്ഥാന അധ്യക്ഷനായ രാജീവ് ചന്ദ്രശേഖർ അംഗത്വം നൽകുകയും ചെയ്യും. ദേവികുളം മുൻ MLA ആയ എസ് രാജേന്ദ്രൻ ഇന്ന് BJP-യിൽ ചേരും. 11 മണിക്ക് തിരുവനന്തപുരത്ത് മൊറാർജി ഭവനിൽ BJP സംസ്ഥാന അധ്യക്ഷനായ രാജീവ് ചന്ദ്രശേഖർ അംഗത്വം നൽകും. 2006, 2011, 2016 കാലയളവിൽ CPIM MLA ആയിരുന്നു എസ് രാജേന്ദ്രൻ. CPIM-മായി ഇടഞ്ഞു നിന്നിരുന്ന രാജേന്ദ്രനെ പാർട്ടിയിൽ നിന്ന് സസ്പെൻഡ് ചെയ്തിരുന്നു. ആന്റണി ജിസ് ജോർജാണ് വിവരങ്ങൾ നൽകിയത്.